നമസ്കാരം. നമ്മുടെ ജിസ്ജോയ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന തലവൻ ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് ഒരു വൻ പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാരണം ജിസ്ജോയ്, ആസിഫ് അലി എന്ന് പറയുന്ന കോംബോ എന്നൊക്കെ നല്ല പടങ്ങളാണ് വന്നിട്ടുള്ളത് കൂടുതലും. അപ്പം എന്തായാലും ബിജു മേനോനും ഉണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ റിയാക്ഷനിലേക്ക് പോകാം. അപ്പം 2 മിനിറ്റും 28 സെക്കൻഡുമാണ് റിയാക്ഷൻ ഇതിനകത്ത് ട്രെയിലർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തേനോ എന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ സാറേ? എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണോ? കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യടാ? രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് ചെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ ഈ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടത്തെ എസ്എച്ച്ഒ ഞാൻ. ഞങ്ങൾ ഇരട്ടപറ്റാന്ന് തോന്നുന്നു. അപ്പം എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേരും, ബിജു മേനോൻ അല്ല ആസിഫ് അലി ആയാലും തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആസിഫ് അലിയുടെ നമ്മൾ കൂമം കണ്ടപ്പോൾ പറഞ്ഞാണ് ഒരു പോലീസ് ക്യാരക്ടർ കൊടുക്കാൻ പറ്റിയ ഒരാളൂടാണ് ആസിഫ് അലി. സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുപോലെ തന്നെ ബിജു മേനോൻ ആയാലും സൂപ്പറാണ്. എന്തായാലും പോലീസ് സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സീരിയസ് സിനിമയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. അതുപോലെ തന്നെ ജിസ്റ്റോയുടെ ഡയറക്ഷൻ ഒത്തിരി സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പടം പൊളിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഗംഭീരമായ ത്രില്ലർ ആവട്ടെ, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ട്രെയിലർ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താരം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോലീസ് ക്യാരക്ടറുകളിൽ ഒത്തിരി ആളുകൾ, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും എനിക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ ഈ പടത്തിന്. കാരണം ഇതിൻ്റെ റിലീസുകൾ ഇങ്ങനെ മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 24-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. എന്തായാലും വൻ പ്രതീക്ഷയുള്ളൊരു പടവും കൂടിയാണ്. എന്തായാലും കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക. അതുപോലെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.